നീണ്ട കാത്തിരിപ്പിന് ശേഷം DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയാവുകയാണ്. അദ്ദേഹത്തിന്റെ മുൻപിൽ എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടാകും? രണ്ട്, ഈ കോൺഗ്രസിനകത്തുള്ള ഈ പടലപ്പിണക്കങ്ങളുണ്ടല്ലോ, അതെല്ലാം മാറുമോ? എന്തായിരിക്കും ഇനി കർണാടകയിൽ സംഭവിക്കുക? ആദ്യത്തെ ഒരു ചെറിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ഭൂരിപക്ഷം നിലനിൽക്കുമെന്നുള്ളത്. അത് തന്നെ ഒരു ചെറിയ വെല്ലുവിളിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 130-ൽ പരം അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത്. അതിൽ ഏതാണ്ട് 108ഓളം ആളുകൾ ഇപ്പോഴും സിദ്ധരാമയ്യയുടെ കൂടെയാണ്. അപ്പോൾ അവരെന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു ചെറിയ ആശങ്കയുണ്ട്. പക്ഷേ എങ്കിലും അത് ഏതാണ്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ യതീന്ദ്രക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാമെന്നും മറ്റ് നിരവധി ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിക്കും 15ഓളം മന്ത്രിസ്ഥാനങ്ങൾ കൂടി വേണം എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് കൊടുക്കാം. കൂടാതെ ഈ പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ കക്ഷി നേതാവാക്കാം എന്നൊക്കെ കൂടി വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹം എടുത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ അദ്ദേഹം സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ തന്നെ നിന്നോളാം എന്നുള്ളൊരു വാചകമാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും കൂടി ഇവിടെ വരുന്നുണ്ട്. അത് ആണ് അടുത്ത പ്രശ്നം. അത് രാജ്യസഭയിലേക്ക് ഈ അടുത്ത 18-ാം തീയതി 4 പേര് രാജ്യസഭയുടെ കാലാവധി കഴിഞ്ഞു വരുന്നുണ്ട്. അതിലൊന്ന് നമ്മളുടെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ അവരിൽ നിന്ന് ഇനി വീണ്ടും 3 പേരെ കോൺഗ്രസിന് ജയിപ്പിച്ചെടുക്കാം. പക്ഷെ ആ ജയിപ്പിച്ചെടുക്കുമ്പോഴും ഇതേ ആളുകൾ തന്നെ അവിടെ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ വോട്ട് ചെയ്യണം. കാരണം വോട്ട് ചെയ്യണമെന്ന് പറയാൻ കാര്യം, ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ പ്രതിഭ സിംഗ്, അതായത് മുൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ്, കൂടാതെ PCC അധ്യക്ഷയായിരുന്നു. അപ്പോൾ അവരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖ്ബീന്ദർ സിംഗ് സുഖുവും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പുറത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ അഡ്വക്കേറ്റ് ആയിട്ടുള്ള മനു അഭിഷേക് സിംഗ് അവിടെ ചെന്ന് മത്സരിക്കാൻ വേണ്ടി ചെയ്തു രാജ്യസഭയിൽ. പക്ഷെ അദ്ദേഹം അവിടെ BJP ജയിക്കുകയാണ് ചെയ്തത്. കാരണം കോൺഗ്രസ് MLA-മാർ മാറി കൂട്ടിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ആദ്യമേ ഇതെല്ലാം ഒന്ന് സ്മൂത്തായിട്ട് നടക്കണം. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ താങ്കൾ അറിയേണ്ടത് ഭരണപരമായിട്ടുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 3 കൊല്ലങ്ങൾ കൊണ്ട് ഏറ്റവും ആദ്യം അവർ നിരവധി വാഗ്ദാനങ്ങൾ കൊടുത്തതിൻ്റെ ഏതാണ്ട് നടപ്പിലാക്കാനൊരു ശ്രമമൊക്കെ നടന്നു. വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇപ്പോൾ അവിടെ 2 സർവേകൾ ഹൈക്കമാൻഡ് നടത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള പല ഏജൻസികളും നടത്തിയിട്ടുണ്ട്. ആ 2 സർവേകളിലും കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, ഒരു തുടർ ഭരണം കിട്ടാനൊരു സാധ്യതയില്ലെന്നും ഗവൺമെന്റിനെതിരെ പ്രതിച്ഛായ വളരെ മോശമാണെന്നും, പക്ഷെ അത് വലിയ തോതിൽ പുറത്തേക്ക് വന്നിട്ടില്ല എന്നും, പക്ഷെ ആളുകൾക്കൊക്കെ തന്നെ പ്രതിച്ഛായ വളരെ മോശമാണെന്നുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പം അത് 2 കൊല്ലങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് DK ശിവകുമാറിന് മുമ്പിലുള്ള ഒരു വലിയ 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 വെല്ലുവിളിയാണ്. അത് എളുപ്പത്തിലൊന്നും കർണാടക പോലും സ്ഥലത്ത് നടക്കുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ചും അഴിമതിയും അതുപോലെ ജാതിയും മതവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ടുള്ള പ്രശ്നമാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഇപ്പോൾ ഈ ഇദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇദ്ദേഹം ജാതി സെൻസസിനൊക്കെ കുറച്ച് അംഗീകാരം കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നടപടികൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സിദ്ധരാമയ്യ. അപ്പോൾ അതുമൊക്കെ തന്നെ തലവേദനയാണ്. കാരണം സിദ്ധരാമയ്യയെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു പിന്നോക്ക അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പിന്നോക്ക ജാതിയിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ അത് വലിയൊരു സൈസബിൾ വോട്ട് ബാങ്ക് ആണ് അവിടെ. പക്ഷെ ആ വോട്ട് ബാങ്കിന്റെ പ്രശ്നം അവരത്രത്തോളം അങ്ങോട്ട് കൺസോളിഡേറ്റഡ് അല്ല. അതേസമയം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്നത് ലിംഗായത്ത്, വൊക്കലിംഗ എന്നൊക്കെ പറയുന്ന സമുദായങ്ങളാണ്. ഇവർക്കൊക്കെ 20% താഴെ വോട്ടേ ഉള്ളൂ. 2 പേർക്കും 12, 16%, 15% ഉള്ളൂ. പക്ഷെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ അവര് കൺസോളിഡേറ്റഡ് ആണ്. അപ്പൊ അവരൊറ്റടിക്കാണ് ആർക്കെങ്കിലും വോട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലിംഗായത്തെയും ഒക്കലിംഗയുടെ ഒക്കെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ യെദ്യൂരപ്പല്ല ഞാൻ പറഞ്ഞത്, സിദ്ധരാമയ്യയെ കാണുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ പറയുന്ന ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളുടെ ഒരു നേതാവായിട്ട് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ തന്നെ പിണക്കാതെ ഒരു ട്രപ്പീസുകളെ അവിടെ നടത്തിയാൽ മാത്രമേ DKക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ DK ഈ പറയുന്ന അധികാരത്തിലേക്ക് വരുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ DK അവിടെ സിദ്ധരാമയ്യയുടെ പിന്തുണക്ക് വലിയ പിന്തുണ ഉണ്ടായിരുന്നത് KC വേണുഗോപാലിന്റെ കയ്യിൽ നിന്നും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്നൊക്കെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഏറ്റവും ഒടുവിൽ ചർച്ചകളിലേക്ക് വന്നപ്പോൾ KC വേണുഗോപാൽ തന്നെ മാറാൻ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതായത് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ഈ സിദ്ധരാമയ്യക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ഇവർ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു, അത് എഴുതി തന്നെ ഒപ്പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഇപ്പൊ ഏറ്റവും ആദ്യം എല്ലാവരും വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ DK മുഖ്യമന്ത്രിയാവുന്നു. എന്താ കാര്യം വെച്ചാൽ അദ്ദേഹം PCC പ്രസിഡന്റ് ആണ്, ഇപ്പോഴും ആണ്. അപ്പൊ അദ്ദേഹം വലിയ തോതിലുള്ള എഫേർട്ട് ഇട്ടിരുന്നു ഒരു 1.5 കൊല്ലത്തോളം. പിന്നെ കൂടാതെ പണ്ട് BJP ഒക്കെ അടക്കം DKനെ പലതവണ വിളിച്ചതാണ്. അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നതാണ്. അപ്പൊ ആ സമയത്തൊക്കെ തന്നെ വലിയ സമ്മർദ്ദം DKയുടെ പുറത്തുണ്ടായിരുന്നു. പക്ഷേ DK അതൊന്നും അതിനെയൊക്കെ അതിജീവിച്ചിരുന്ന ഒരാളാണ്.
എന്ന് പറയുന്ന ഒരു ഫീലിംഗ് സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണെങ്കിലും ഇപ്പൊ കൊടുക്കാതിരുന്നാൽ അത് വലിയ പ്രശ്നമാണ്. സത്യത്തിൽ 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ മാറേണ്ടതാണ്. അതൊന്നും മസിൽ പിടിച്ച് 6 മാസം കൂടി നീട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും 2 കൊല്ലത്തേക്ക് കൊടുക്കുന്നു, ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുന്നു. പക്ഷെ ഇപ്പോഴും വലിയ ബലം സിദ്ധരാമയ്യ കൊണ്ട്, കാരണം MLA മാരുടെ പിന്തുണ. പക്ഷെ അത് കർണാടക ആയതുകൊണ്ട് ഏത് സമയത്തും മാറാം, കാരണം മുഖ്യമന്ത്രി ആരാണെന്നനുസരിച്ചിട്ടായിരിക്കും പലപ്പോഴും ആ പിന്തുണയൊക്കെ വരുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞത് കർണാടകയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാതിയും അതിലെ പിന്നോക്ക മതവിഭാഗങ്ങളുടെ വോട്ടുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലിംഗായത്തും അതുപോലെ തന്നെ ഒക്കലിംഗ സമുദായങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു ഏരിയയാണ് കർണാടക. താങ്കൾ പറഞ്ഞ പോലെ പണത്തിന്റെ കാര്യം മാത്രമല്ല, യഥാർത്ഥത്തിൽ 1.5 ലക്ഷത്തോളം വരുന്ന യൂണിറ്റുകളെ ഡെവലപ്പ് ചെയ്യുകയും വലിയ തോതിൽ പരിശ്രമം കൊടുക്കുകയും അതിനുവേണ്ടി സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുകയും ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ ചെന്ന് സംസാരിക്കുകയും അന്ന് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ ഈ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഒരു മറ്റേ സിലിണ്ടറിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, വലിയൊരു കട്ടൗട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിലിണ്ടറിന്റെ അടുത്ത് കൊണ്ടേ നിന്നേ ആളുകൾക്ക് ബൈറ്റ് കൊടുക്കാവൂ നേതാക്കന്മാരെന്നുള്ളത് DK പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അതുപോലെ ഒരു തന്ത്രമാണ്. കാരണം അന്ന് DK അവിടെ വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, ഈ നിങ്ങൾ സിലിണ്ടറുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കൊടുത്തു എന്നുള്ളത് ശരിയാണ് മോദി, പക്ഷെ അന്ന് 400 രൂപ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ അതിനുശേഷം ഒറ്റടിക്ക് 800 രൂപയും 1000 രൂപയായിട്ട് ഉയർത്തി എന്ന് പറയുന്ന വലിയ വിമർശനമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവർക്ക് സിലിണ്ടറുകൾ എടുക്കാൻ പറ്റില്ല എന്ന വിമർശനമാണ്. ഇത് മുതൽ ഈ ചെറിയ ചെറിയ സോഷ്യൽ ഗ്രൂപ്പുകളൊക്കെ അടക്കമുണ്ട്. ആ സോഷ്യൽ ഗ്രൂപ്പുകൾ അടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ യോജിപ്പിച്ചുകൊണ്ട് ചില സോഷ്യൽ ഗ്രൂപ്പുകളുണ്ട്. അവിടെ ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 40% അഴിമതിക്കാരാണെന്ന് പറയുകയും ആ അഴിമതിക്കാരെ തുടച്ചു മാറ്റണമെന്ന് പറഞ്ഞ് എല്ലാ വീടുകളിലും കയറി വോട്ട് ചെയ്യാൻ പോകാത്ത ആളുകളെ പോലും വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകുന്ന കൺവിൻസ് ചെയ്തവരാണ്. അവരെല്ലാവരെയും ഏകോപിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന DK ശിവകുമാറാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വളരെ ജനകീയനായിട്ടുള്ള ഒരാളായിട്ട് അപ്പുറത്ത് സിദ്ധരാമയ്യ ഉണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കൂടുതൽ എഫേർട്ട് ഇട്ട ആരാന്ന് വെച്ചാൽ കൂടുതൽ എഫേർട്ട് ഇട്ടത് DK ശിവകുമാർ തന്നെയാണ്. പിന്നെ അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിന്റെ ഇപ്പൊ അദ്ദേഹത്തിന്റെ അസറ്റുകൾ 1500 കോടി ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ കണക്ക് നിങ്ങൾ 1500 കോടി എന്ന് പറയുമ്പോൾ ഒരു 10,000 കോടിയുടെയെങ്കിലും അസറ്റ് എന്ത് ചെയ്യും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ന്യായവിലയും ചെറിയ വിലയൊക്കെ കണക്കൂട്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യം വന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും വലിയ അതിശയമുള്ളത്, അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന്റെ സമ്പത്ത് 5 കൊല്ലം കൊണ്ട് 44% കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വലിയ തോതിൽ ഇനിയും കൂടും. യഥാർത്ഥത്തിൽ ഈ അവിടെ കനക്പുര എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവിടെ നിന്നാണ് കഴിഞ്ഞ തവണ ഇദ്ദേഹത്തിന്റെ അനിയൻ DK സുരേഷ് ജയിക്കുന്നത്. ഇദ്ദേഹത്തെ അവിടെ അറിയപ്പെടുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ കനക്പുര ഒരു റിപ്പബ്ലിക് ആണെന്നും അവിടുത്തെ രാജാവാണെന്നുള്ളതിലൊക്കെയാണ്. പലപ്പോഴും ആളുകൾ കളിയാക്കി പറയുന്നത്. നമ്മുടെ HD ദേവഗൗഡയുടെ മകൻ കുമാരസ്വാമി ഒരു തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കനക്പുര റിപ്പബ്ലിക് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആരെക്കാണ് DK ശിവകുമാരക്കാണ്. അത്തരത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ് ഒന്ന്. രണ്ടാമത് താങ്കൾ പറഞ്ഞ പോലെ ഫണ്ട് റൈസറാണ്. വ്യവസായികളായിട്ട് എല്ലാവരുമായിട്ടും വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തന്നെ സിദ്ധരാമയ്യ അവിടെ, അദ്ദേഹവും ഒരു സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. ഇപ്പം നമ്മുടെ മിനിസ്റ്ററായിരുന്ന ജോർജ് മലയാളിയാണ്, അദ്ദേഹം അവിടെ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹമൊക്കെ ഇപ്പൊ ഡൽഹിയിൽ ഈ സിദ്ധരാമയ്യ കൂടിക്കാഴ്ചയ്ക്ക് എന്നപ്പോഴേക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ സിദ്ധരാമയ്യെ മുഴുവനായും വെട്ടിക്കൊണ്ട് ഒരിക്കലും അവിടെ ഒരു പഴയും നടത്താൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഗ്രാജ്വലി ഈ അധികാരം പിടിച്ചെടുക്കുകയും കുറെ കൂടി ജനകീയനാവുകയും ശ്രമിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ DKയുടെ മുമ്പിലുള്ളത്. ഓക്കെ, ഇതിന്റെ അടുത്തൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പൊ ഈ സിദ്ധരാമയ്യയും കൂടി പിന്മാറിയല്ലോ. ഇനി അടുത്ത 2 കൊല്ലം കഴിഞ്ഞ് മിക്കവാറും തോൽവി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരുടെ തലയിൽ വരും? അത് DKയുടെ തലയിൽ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയ ഒരു കളികൾ അവിടെ നടക്കുകയാണ്. പക്ഷെ ഈ പറയുന്ന നമുക്കറിയാം AICC പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയുടെ മകനടക്കമുള്ള ആളുകൾ അവിടുത്തെ വലിയ പ്ലെയറാണ്. RSSനെതിരെ വലിയ നിലപാടെടുക്കുന്ന ഒരാളാണ്. മല്ലികാർജുൻ ഖാർഗെ അടക്കം അവിടെ നിരന്തരമായ ഇടപെടലുകളുള്ള ഒരു സ്റ്റേറ്റ് ആണ്. വലിയ ഭരണമുള്ള സ്റ്റേറ്റ് ആണ്. ഭരണമുള്ളതിൽ വെച്ച് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ്. അപ്പം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലെയും ചുക്കാൻ പിടിക്കുന്ന വലിയ പ്രതാപശാലിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് DK. ഈ 2 കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത്തവണ അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്നത് വലിയ ചലഞ്ചാണ്. ഒന്ന്, MLA മാരുടെ പിന്തുണ അദ്ദേഹത്തിന് വളരെ കുറവാണ്. രണ്ടാമത്തേത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഭരണത്തിന്റെ മുഴുവൻ പേരുദോഷമൊക്കെ മാറ്റുക എന്ന് പറയുന്നത് കർണാടകത്തിലൊന്നും അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യം അല്ല. കർണാടകത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അഴിമതി ഒന്നും അവിടെ പ്രശ്നമുള്ള കാര്യമല്ല. അഴിമതി ചെയ്തില്ലെങ്കിൽ ആളുകൾക്ക് ഒരു അതിശയം ഉണ്ടാവുന്നേ, മനസ്സിലായി. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ലോബികൾ ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് അവിടെ എന്തും പണത്തിന്റെ പുറത്ത് നടക്കുന്നൊരു സംസ്ഥാനമാണ്. പ്ലസ്
ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വലിയ ഭിന്നിപ്പൊന്നുമില്ല. ഒരു ഇലക്ഷൻ്റെ 3 മാസം മാത്രം ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവരൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ സന്തോഷമായിട്ട് ഉള്ളതൊക്കെ പങ്കിട്ടെടുത്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഡി കെ ശിവകുമാർ അർഹിക്കുന്ന ഒരു സ്ഥാനമാണ്. പ്രത്യേകിച്ചും ഡി കെയെ സംബന്ധിച്ചോളം 6000 കോടി രൂപ കൊടുക്കാമെന്നുള്ള ഓഫർ ഉണ്ടായിരുന്നൊക്കെ പറയണേ BJP-യിൽ നിന്ന്. കൂടാതെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തെന്നൊക്കെയാണ്. അപ്പോൾ അന്ന് ഡി കെയുടെ ഒരു ഗംഭീരമായിട്ടുള്ള പ്രസംഗമുണ്ട്. 6000 അല്ല 60,000 കോടി കൊടുത്താലും ഡി കെ നിങ്ങൾക്ക് വിലക്കെടുക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജയിലിൽ നിന്ന് വന്നിട്ട് നടത്തുന്ന അതിഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും അഴിമതിയൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും എന്നൊക്കെ ചോദിച്ചാലും ഡെവലപ്മെൻറ്റ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഏത് ഗവൺമെൻറ് വന്നാലും ഉണ്ടാവും. പിന്നെ ബൊമ്മ ഗവൺമെൻറ് ഒടുക്കത്തെ അഴിമതിയായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ 40% കമ്മീഷൻ സർക്കാർ എന്നാണ് അത് അറിയപ്പെട്ടുകൊണ്ടത്. അപ്പോൾ അതുകൊണ്ട് വലിയ അഴിമതിയായിരുന്നു. പിന്നെ BJP-ക്കകത്ത് വലിയ അടിയുണ്ടായിരുന്നു, യെദ്യൂരപ്പയെ മാറ്റിയിരുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഓർക്കണം, നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തതാണ് 130, 40, 150 സീറ്റുകൾ നേടി അദ്ദേഹത്തിന് വരുന്നു. 135 സീറ്റാണ് ഇവർക്ക് കിട്ടിയത്. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP-യാണ് നേട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്ത തവണ മിക്കവാറും BJP-ക്ക് നേട്ടമുണ്ടാകാനുള്ള ഒരു ചാൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ BJP-ക്ക്, കോൺഗ്രസിന് അവിടെ വലിയ ലീഡേഴ്സ് ഉണ്ട്. BJP-ക്ക് സത്യം പറഞ്ഞ് ഉയർത്തി കാണിക്കാൻ അത്രയും വലിയ ലീഡേഴ്സ് ഇപ്പം യെദ്യൂരപ്പയ്ക്ക് ശേഷം അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ലീഡർ ഇല്ല. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിലുണ്ട്. ഒരാൾ സംസ്ഥാന പ്രസിഡന്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് ചെല്ലുമ്പോൾ അദ്ദേഹം ആയിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഏരിയയാണ്. സ്വാഭാവികമായിട്ടും ഈ ചലഞ്ചസ് ഒക്കെ DK മറികടക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.